പോലീസുകാർ ഒരു നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിലിട്ട് ഈ പ്രതികൾ അയാളെ മർദ്ദിച്ചിട്ട് എന്ത് നടപടി എടുത്തുകൂടെ? ഇതേ പിണറായി നിയമസഭയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞ എന്താ, അയാൾ അക്രമം കാണിച്ചു എന്നാണ്. അതായത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരായിരുന്നാലും അവരുടെ മേൽ അതിക്രമം നടത്താനും അവരെ മൂലക്കിരുത്താനും മാത്രമാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ജനങ്ങളെ തങ്ങളെ അടിമകളാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതാനും മാസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അവരുടെ ആ മനോഭാവം മാറിയിട്ടില്ല. കള്ളക്കേസുകൾ എടുത്ത് അല്ലെങ്കിൽ നിലനിൽക്കാത്ത കേസുകൾ എടുത്ത് അവരുടെ ജീവിതം താറുമാറാക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവർ നിലനിൽക്കുന്നത്. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ കേസ് നമുക്ക് പോറ്റിപ്പാട്ട് തന്നെ എടുക്കാം. പോറ്റിപ്പാട്ട് ഒരു ജെനുവിൻ കേസായിരുന്നു എന്നുണ്ടെങ്കിൽ, പോറ്റിപ്പാട്ടിനെതിരെ വന്നിട്ടുള്ള കേസ്, പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, ആ പാട്ടിനെതിരെ എടുത്തിട്ടുള്ള കേസ് ഒരു ജെനുവിൻ കേസായിരുന്നു എന്നുണ്ടെങ്കിൽ ആ കേസ് ഇപ്പോഴും നിലനിന്നേനെ. ആ കേസിനെതിരെ യാതൊരു നടപടിയില്ല, അതിലുള്ളവരെ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുത്താൻ ഉദ്ദേശമില്ല, അതിനെക്കുറിച്ച് ലക്ഷ്യമുണ്ടില്ല എന്ന് പിണറായി തീരുമാനമെടുത്തപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു കള്ളക്കേസ് എടുത്തതാണ്. അതായത് തങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു ആയുധം തിരിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പൂട്ടാൻ വേണ്ടി ഞങ്ങൾ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ നിയമവ്യവസ്ഥിതിയെ വികലമാക്കും, അതിനെ ഉപയോഗിച്ച് നിങ്ങളെ അടിച്ചമർത്തും എന്ന് പറഞ്ഞാൽ കള്ളക്കേസ് എടുപ്പിക്കും ഈ ഭരണകൂടം എന്ന് പറഞ്ഞു. സത്യപ്രതിജ്ഞ ലംഘനമല്ലേ? പിണറായിക്ക് ഒരു നിമിഷമെങ്കിലും അവിടെ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടോ? എന്തേ ആരും ഇത് ചോദ്യം ചെയ്യാത്തത്? അല്ല, ഒരു പാട്ട് വന്നപ്പോ ആ പാട്ടിനെതിരെ കേസെടുത്തു. എന്തിനാണ് കേസെടുക്കുന്നത്? സമൂഹത്തില് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെങ്കിൽ, സമൂഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ ഏതെങ്കിലും വിധത്തിൽ ഹനിക്കുന്ന എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ ആണല്ലോ കേസെടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള നിയമ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ പ്രതികരിക്കുന്നവരല്ലല്ലോ പിടിച്ചെടുക്കേണ്ടത്. ഇവിടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട്, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അവിടെ പാട്ടിലൂടെ ഒന്ന് വിമർശിച്ചു. എങ്ങനെ? ചില വരികൾ സ്വർണം കട്ടത് സഖാക്കളാണ്, അതുപോലെ ചെമ്പാക്കിയത് സഖാക്കളാണ്, ഇങ്ങനെ കുറച്ച് എഴുതിയിട്ട് അതിനെ ഈണത്തിലൊന്ന് പാടി. ആ പാടിയപ്പോ അതൊരു വലിയ കുറ്റമായി. അങ്ങനെ ഒരു കേസ് അങ്ങോട്ട് ഇട്ടു. ജാമ്യമില്ലാത്ത വകുപ്പും അല്ലാത്ത വകുപ്പും എല്ലാം കൂടെ ഒക്കെ ഇട്ട് ഇവരെ അങ്ങോട്ട് പൂട്ടി നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ശരിക്കും ആ കേസ് എടുത്തിരുന്നുവെങ്കിൽ അതിൽപ്പെട്ട 4 വ്യക്തികൾ, സ്ഥാപനമടക്കം 4 പേർക്കെതിരെയാണ് കേസ്. ആ 4 പേരുടെ ജീവിതം കുളാവൂലെ? തകർന്നില്ലേ? പിന്നെ അതിന് പിന്നാലെ നടക്കണ്ടേ? അത് കള്ളക്കേസാണ്, വ്യാജ കേസാണ്, അത് മാത്രമല്ല സർക്കാർ ചെയ്തിട്ടുള്ള തോന്നിയാസമാണ് എന്ന് തെളിയാൻ എത്ര കാലം എടുക്കും? അത്രയും കാലം ഈ പ്രതി ചേർക്കപ്പെട്ട് കയറിറങ്ങി നടക്കണ്ടേ? അവന്റെ സമ്പാദ്യം മുഴുവൻ നശിച്ചില്ലേ? എല്ലാം പോയില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു കള്ളക്കേസ് എടുത്ത ശേഷം ജനങ്ങൾ പ്രതികരിച്ചപ്പോൾ ആ കേസ് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേസ് വ്യാജ കേസല്ലേ, കള്ളക്കേസല്ലേ? അപ്പൊ അത്തരത്തിലൊരു കേസ് എടുക്കാൻ പാടുണ്ടോ? ഇന്ത്യയിലുള്ള, നമ്മുടെ കേരളത്തിലുള്ള ഒരു പൗരന് നേരെ അല്ലെങ്കിൽ ഒന്നിലധികം പൗരന്മാർക്ക് നേരെ ഒരു ഭരണകൂടം ഇത്തരത്തിൽ കള്ളക്കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തു പറയാ, ഭീകരതയല്ലേ? അത് പിന്നെ എന്താണ്? തെറ്റല്ലേ അത്? അത്തരത്തിൽ കള്ളക്കേസ് എടുത്ത ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും നടപടി ആരെങ്കിലും എടുക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ഒരു നിമിഷം അവർക്ക് ഭരണത്തിൽ തുടരാൻ അർഹതയുണ്ടോ? തങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർക്കെതിരെ കള്ളക്കേസ് എടുത്തിട്ട് അവരെ കൊടുക്കാൻ നോക്കിയിട്ട് വ്യാജ കേസ് എടുത്തിട്ട് തങ്ങൾക്കെതിരെ ശബ്ദിച്ചതിന് ഇല്ലേ? ഇത് ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇവിടെ നമ്മൾ പറയുന്നത് പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിനെതിരെ ഒരു കേസ് എടുത്തു, പ്രതിരോധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കേസ് വേണ്ടാന്ന് വെച്ചു. ഇങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? സത്യത്തിൽ കേസ് എടുക്കാൻ, ഇങ്ങനെ കേസ് എടുപ്പിക്കാൻ തങ്ങൾക്ക് തോന്നുന്നവരെ പരാതി കൊടുത്ത് FIR ഇട്ട് പിന്നെ അകത്താക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ ഇത്? എത്ര കേസുകൾ അങ്ങനെയുണ്ട്? എത്ര കേസുകൾ? അതുപോലെ തന്നെ തങ്ങൾ ഇഷ്ടക്കാരാണെന്നുണ്ടെങ്കിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ ജെനുവിൻ ശരിക്കും നടന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ കൂടി അതിനെ തമസ്കരിക്കാനും കുറ്റവിമുക്തരാക്കാൻ വേണ്ടിയിട്ടും ഇതേ സർക്കാർ തന്നെയാണുള്ളത്. അതായത് ഇല്ലാത്ത ഒരു പരാതി കെട്ടിച്ചമച്ച് 4 പേരുടെ പേരിൽ കേസെടുത്ത് അവരെ ജീവിതം തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് ഈ പിണറായി സർക്കാരാണ്. എന്നാൽ അതേ സർക്കാർ തന്നെയാണ് ഒരു പാവപ്പെട്ട ഒരു ഡ്രൈവർ, ഏതെന്ന് പറഞ്ഞ ഒരു ഡ്രൈവറെ 10-18 മണിക്കൂർ കണ്ടിന്യൂ വണ്ടി ഓടിച്ച് കൊണ്ടുവന്ന് ഡെപ്പോയിൽ ഒന്ന് വണ്ടി കയറ്റിയിട്ട് വീട്ടിൽ കൊണ്ടിട്ട് പോയി കിടന്നൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് വന്ന ഒരു പാവൻ ഡ്രൈവറെ വിലങ്ങനെ ഇട്ടിട്ട് സകലവിധ തെമാനത്തിനും കാണിച്ചിട്ടുള്ള അന്നത്തെ മേയറായിരുന്ന ആരെയും ഇന്നത്തെ MLA ആയിട്ടുള്ള സച്ചിൻ ദേവും പിന്നെ അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള കുറച്ചുപേർ തോന്നിയാസങ്ങൾ കാണിച്ചപ്പോൾ ആ തോന്നിയാസങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിച്ച്, അപ്പൊ അന്വേഷണത്തിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, വീഡിയോ ദൃശ്യങ്ങളില്ല, യാതൊന്നുമില്ല. ആകെ ഉള്ളത് വാഹനം ഓടിച്ച ആൾ സീബ്ര ലൈനിൽ വണ്ടി നിർത്തി എന്നുള്ള ഒരു പെറ്റി കേസ് മാത്രം. ആ നിലയിൽ ഒന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അവരെ സംരക്ഷിച്ചത്, സ്വന്തം ആൾക്കാർ സംരക്ഷിച്ചതും ഇതേ പിണറായി സർക്കാരല്ലേ? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നിയമം ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ ആർക്ക് വേണ്ടിയാണ് ഇവരൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ഒരല്പം കൂടെ പിന്നോട്ട് പോകാം. ഒരു 1200-1300 രൂപ മാത്രം പെർമിറ്റ് ഫീസ്, കെട്ടിടത്തിന്റെ പെർമിറ്റ് ഫീസ്. നിങ്ങളൊന്ന് ആലോചിക്കണം. ആ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള സഹായവും, ഒരു തരത്തിലുള്ള സഹായം സർക്കാരിൽ നിന്ന് കിട്ടില്ല.
ഇവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് അതിൽ നിന്ന് ഊറ്റി ഉറുമ്പി വെച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഒരു വീട് വെക്കുന്നത്. ആ വീട് വെക്കാൻ സർക്കാരിന്റെ ഒരു ഔദാര്യം പറ്റാതെ, ഒരു സഹായം പറ്റാതെ ഒരു വീട് വെക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്മേലാണ് ഒരു പെർമിറ്റ് ഫീസ് വാങ്ങുന്നത്, ഈ സർക്കാർ വാങ്ങുന്നത്. ആയിക്കോട്ടെ, വാങ്ങിക്കോട്ടെ, ഒരു ഭരണ സംവിധാനം നിലനിൽക്കാൻ പണം വേണം, അതിന് വാങ്ങിയെന്ന് കരുതാം. അങ്ങനെ 1000-1200 രൂപ മാത്രം ഫീസ് ഉണ്ടായിരുന്ന ആ ഒരു സംഭവം ഒരൊറ്റ ദിവസം കൊണ്ട് നോക്കുമ്പോൾ 24,000 രൂപ, 24,000-25,000 രൂപ അടച്ചു. ഒരു പാവം അരീക്കോട് ഉള്ള ഒരു സാധു, കാവനൂരുള്ള ഒരു ചങ്ങായി വീട് വെക്കാനായിട്ട് പോകുന്ന സമയത്ത് പെർമിറ്റ് ഫീസ് എടുക്കാൻ ചെന്നപ്പോ തലേ ദിവസം ആരോടെ ചോദിച്ചപ്പോൾ അത് 1,400 ഉള്ളെന്ന് പറഞ്ഞാൽ സംഘടിപ്പിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോ പറയണ 24,000-25,000 രൂപ വേണമെന്ന്. അത്ര ഉണ്ടെങ്കിലേ വീട് വെക്കാനുള്ള പെർമിറ്റ് ഫീസ് കിട്ടുള്ളൂ അത്രേ. അയാൾ അവിടെ നിന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്തിട്ട് അത് രേഖാമൂലം നമ്മുടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ വേണ്ടി അരീക്കോട് നവകേരള ധൂർത്ത് പരിപാടി നടന്നപ്പോൾ അവിടെ നിന്ന് ചെന്നു. മുഖ്യമന്ത്രിക്ക് പരാതിയും കൊടുത്തിട്ട് ഇപ്പുറത്ത് വന്ന് മീഡിയകൾക്ക് വൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഗുണ്ടകൾ, കുറെ CPM ഗുണ്ടകൾ വന്ന് ആക്രമിച്ച് അയാളെ ഫോൺ മോഷ്ടിച്ചു കൊണ്ടുപോയി, പിടിച്ചുറച്ചുകൊണ്ടുപോയി. അത് വീഡിയോ ദൃശ്യങ്ങളുണ്ട്. അയാളെ മയക്ക് പിടിച്ചെടുത്തുകൊണ്ടുപോയി. ആരാണ് കൊണ്ടുപോയതെന്ന് വളരെ വ്യക്തമായ വീഡിയോ ദൃശ്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഇന്നാർ ഇതൊക്കെ പിടിച്ചെടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞിട്ടും പോലീസുകാർ ഒരു നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിലിട്ട് ഈ പ്രതികൾ അയാളെ മർദ്ദിച്ചിട്ട് എന്ത് നടപടി എടുത്തുകൂടെ? ഇതേ പിണറായി നിയമസഭയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞ എന്താ, അയാൾ അക്രമം കാണിച്ചു എന്നാണ്. അതായത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരായിരുന്നാലും അവരുടെ മേൽ അതിക്രമം നടത്താനും അവരെ മൂലക്കിരുത്താനും മാത്രമാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യൻ കാണിച്ചെന്ന ഒരു ജനസമ്പർക്ക യാത്രയുണ്ട്. ആ ജനസമ്പർക്ക യാത്ര മൂപ്പർക്ക് ഓർമ്മ വന്നത് ഉമ്മൻചാണ്ടിയുടെ മരണശേഷ. മരിച്ചു കഴിഞ്ഞപ്പോ ലക്ഷക്കണക്കിന് ജനം ഒഴുകി ഉമ്മൻചാണ്ടിയുടെ മൃതദേഹത്തിനൊപ്പം ഒഴുകുന്നത് കണ്ടപ്പോ ഒരു പൂതി. എന്നാൽ തങ്ങൾക്കും നാളെ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ കുറെ ആൾക്കാർ തന്റെ മൃതദേഹത്തിനൊപ്പം ഓടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനും ഇതുപോലെ ഒന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു നവകേരള സദസ്സ് ഉണ്ടാക്കി. ആ നവകേരള സദസ്സിൽ ഏതെങ്കിലും ഒരു വേദിയിൽ മുഖ്യമന്ത്രി ഒരു പരാതി നേരിട്ട് വാങ്ങിയോ? എവിടെയെങ്കിലും ജനങ്ങളുടെ അടുത്തേക്ക് പോയിട്ടില്ലല്ലോ. പൗരപ്രമുഖരടുത്താണ് പോയത്. ഈ പൗരപ്രമുഖരടുത്ത് നിന്നിട്ട് ബിരിയാണിയും മൂട്ടുമുക്ക മുണങ്ങിയിട്ടിന് എത്ര രൂപ കൊടുത്തു എന്നറിയില്ല. വല്ല കാശ് വാങ്ങാൻ പോയതാണോ എന്ന് അതൊന്നും അറിയില്ല. വാങ്ങിയില്ലേ? ഏതായാലും അവരോട് പോയി സഹകരിച്ചു. സാധാരണക്കാരെ ജനം മൂപ്പരെ കണ്ടില്ല. ചില വേദികളിൽ ചെന്ന് നിന്ന് 4 സംസാരിച്ച് മൈക്കിനെയും തെറി വിളിച്ചിട്ട് മൂപ്പരിങ്ങ് പോന്നു. മൂപ്പരെന്ന് പറയുമ്പോൾ ഈ മന്ത്രിസഭയിലുള്ള മുഴുവൻ മന്ത്രിമാരെയാ പറയുന്നത്. ഇവരെല്ലാവരും അങ്ങനെയല്ലേ വന്നത്? ആരോടാണ് പരാതി പറയേണ്ടത്? ആ പരാതി പറയേണ്ട ആൾക്കാരുടെ അടുത്ത് തന്നെയാ വീണ്ടും കൊണ്ടു കൊടുക്കാൻ പറഞ്ഞേ. അങ്ങനെ നവകേരള ധൂർത്ത് എന്ന് പറയുന്ന സദസ് എന്ന് പേരിട്ട ധൂർത്ത് സത്യത്തിൽ ഒരു അന്താരാഷ്ട്ര ധൂർത്തായി മാറി ഇല്ലേ? നമ്മൾ കണ്ടതല്ലേ. അതിൽ ഇങ്ങനെയൊക്കെ പോകുന്നതിന് പ്രതികരിച്ച യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ BJPയുടെയും ഒക്കെ പ്രവർത്തകരെയൊക്കെ നമുക്കറിയാലോ അടിച്ച് തലറിഞ്ഞ് പൊട്ടിച്ചത് എന്താണെന്നുള്ളത്. പ്രതികരിക്കാൻ പാടില്ല, തങ്ങൾക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. ഇനിയുമില്ലേ സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ബോംബുണ്ടാക്കി കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്നിരുന്ന് പൊട്ടിയിട്ട് ഒരുപക്ഷെ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഓലപ്പടക്കമായി മാറും. ഇതിനു മുമ്പ് ഒരു വീട്ടിൽ പൊട്ടി, കണ്ണൂർ നമുക്കറിയാലോ, ഒരു വീട്ടിൽ സ്ഫോടനം നടന്നതിന് ശേഷം കുറെ CPMന്റെ കുറെ DYFIയുടെ കുറെ പിള്ളേരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ എന്താണ് അവിടെ സംസാരിച്ചതെന്ന്. അതിനു മുമ്പ് അത് സംഭവിച്ചപ്പോൾ തള്ളി പറഞ്ഞിരുന്നു. പക്ഷെ ആ മരണപ്പെട്ടവരെ പിന്നെ രക്തസാക്ഷികളായി മാറ്റുന്നത് നമ്മൾ കണ്ടു. നമുക്കറിയാം ഇവിടെ ചോരയിൽ മുങ്ങി ചോരയിൽ പൊങ്ങിയ ചോരച്ചാലുകൾ നീന്തിക്കയറിയ ഈ 21ാം നൂറ്റാണ്ടിൽ ഈ 2025ലും ഇങ്ങനെ ചോരപ്പുഴ ഒഴുക്കി മാത്രമേ ഇവിടെ നിലനിൽക്കൂ എന്ന് വാശി പിടിക്കുന്ന ഒരു സംവിധാനം. ഇതൊക്കെ ജനം എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്നുകൂടി നമ്മളൊന്ന് ആലോചിക്കണം. ശരിക്കും ആലോചിക്കേണ്ട സമയമാണ് ഇപ്പോൾ. Different angles. Don't forget to subscribe and support this channel.